ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? റമദാൻ ഒന്നാന്ന് കേട്ടോ, നോമ്പ് ഒന്നാന്ന് ഇന്ന്. അപ്പോൾ 3:10 വൈകുന്നേരം, ഏകദേശം 3:10 ഞാൻ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നോമ്പ് മുറിക്കുമ്പോഴും തുറക്കുമ്പോഴും ഇല്ല ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു വൈകുന്നേരം ആ ടൈമാണ് കേട്ടോ അടുക്കളയിലേക്ക് വന്നിട്ടില്ല. ഇനി ഇതാ എല്ലാം ഒന്ന് എടുത്ത് വെക്കുന്നുണ്ട്. ഇന്നെന്നാന്ന് ഉണ്ടാക്കേണ്ട എല്ലാ വെജിറ്റബിൾസും പിന്നെ സവാളയും ഉള്ളിയും എല്ലാം എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതാ നമ്മളെ നോമ്പിന് ഒഴിച്ചുകൂടാൻ കഴിയാത്ത മെയിനായ പയറ്റ് കഞ്ഞിയില്ലേ, അത് വെക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ റെസിപ്പി ഞാൻ ഇതിലിടുന്നുണ്ട്. ഞാൻ മുമ്പൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, പയറ്റേനിൻ്റെ റെസിപ്പി. ഇത് 2 രീതിയിലായിട്ട് വെക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ചെറുപയർ ഞാൻ കുറച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു കൈപ്പിടിയില്ലേ, അത്ര പോരെ എടുത്താൽ മതി കേട്ടോ. എനിക്ക് ഇത് കഴുകി എടുത്തിട്ടുണ്ടല്ല, നന്നായി വറുത്തെടുക്കാം കേട്ടോ. ഇതാ ഒരു ഗോൾഡൻ കളറാവൂലേ, അതുവരെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് വായിലോട്ടാലും നല്ല രീതിയിൽ പൊട്ടും കേട്ടോ, നല്ല മണവും വരും ഇത് വറുക്കുമ്പോൾ. ഇനി ഇതാ വറുത്ത ചെറുപയർ ഞാനൊന്ന് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് കറക്കുന്നുണ്ട് കേട്ടോ. ഇത് കറക്കണമെന്ന് നിർബന്ധമില്ല, ഇത് മുതുമനോടെയും ഇടാം കേട്ടോ. അപ്പം കറക്കുന്നുണ്ടെങ്കിൽ കറക്കിയിട്ടിടാം. ഓരോരോ ടൈമിൽ ഞാൻ കറക്കിയിട്ടിടും, ജസ്റ്റ് ഒന്ന് കറക്കിയിട്ടിടും. ഇല്ലെങ്കിൽ മുതുമനോടെ തന്നെ ഇടും കേട്ടോ. ഇനി ഇതാ പച്ചരി ഏകദേശം ഒരു 1/4 കപ്പോളം പിന്നെ എടുത്തിട്ട് കഴുകി ക്ലീനാക്കിയിട്ട് ഈ ചെറുപയറിൻ്റെ ഒക്കെ തന്നെ കുക്കറിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പ് ഞാൻ വയ്യാന്ന് കേട്ടോ ഇടുന്നത്, ഉപ്പ് ഞാൻ ലാസ്റ്റാണ് ഇടുന്നത്. അപ്പം പിന്നെ ഇത് ഏകദേശം ഒരു 4 വിസിലോളം വേവിക്കാൻ വെക്കാം കേട്ടോ. നല്ലതുപോലെ ഉടയണമെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ ഉടഞ്ഞെടുക്കുക, അല്ല കുറച്ച് മതിയെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇനി അതാണെന്നാകുമ്പോഴത്തേക്ക് ഇതാ ഞാൻ പിന്നെ കറിക്ക് വേണ്ട സവാളയും എല്ലാം അരിയുന്നുണ്ട് കേട്ടോ. സവാളയും പിന്നെ ഇന്ന് പോക്കറ്റ് ഷവർമയാണ് കേട്ടോ. പിന്നെ നോമ്പ് മുറിക്കുമ്പോൾ പോക്കറ്റ് ഷവർമക്ക് വേണ്ട ക്യാരറ്റും ക്യാബേജും എല്ലാം ഒന്ന് അരിഞ്ഞ് സെറ്റാക്കി റെഡിയാക്കി വെക്കാം അതിലേക്ക് ചേട്ടാ. ഈ കപ്പ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? പിന്നെ ഇത് ഞാൻ മുമ്പൊരു വീഡിയോയിൽ പിന്നെ എന്തോ കിച്ചൺ ക്ലീൻ ആക്കുമ്പം എടുത്ത് വീണിട്ട് പൊട്ടിയതാണ് കേട്ടോ. അത് ഞാനിതാ ഇതേപോലെ പശ ഒട്ടിച്ചിട്ട് ഞാൻ അതിലൊരു ചെറിയൊരു ചെടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം എനിക്ക് ഇങ്ങനെ നേരിട്ട് കാണുമ്പോൾ ഒരു രസവും തോന്നി, പിന്നെ ആ കപ്പ് അങ്ങനെ കളയാനും എനിക്ക് തോന്നിയിട്ടാ. അപ്പം എന്താക്കി ഇങ്ങനെ ചെയ്യാൻ വിചാരിച്ചേട്ടാ. അപ്പം അതിൻ്റെ ബാക്കി പൊടിയൊന്നും കിട്ടിയിട്ടാ, അതെല്ലാം പൊടിയായിട്ട് പോയിന്. അത്ര പോരെ ഭാഗം നല്ല നീറ്റായിട്ട് തന്നെ കിട്ടീന്. അപ്പോൾ പശ ഒട്ടിച്ചിട്ട് അങ്ങനെ അതിൽ ജസ്റ്റ് ഒരു ചെടി വെച്ച് കൊടുത്തിയാന്ന് കേട്ടോ. അപ്പോൾ ഇതാ സവാളയെല്ലാം അരിയുന്നുണ്ട് കേട്ടോ. സവാള കറിക്ക് വേണ്ടുന്നത് കുറച്ച് വെലിങ്ങനിയും പിന്നെ നമ്മളെ പോക്കറ്റ് ഷവർമക്ക് വേണ്ടത് കുറച്ച് ചെറുങ്ങനി, നല്ല ചെറുങ്ങനി അരിയുന്നുണ്ട് കേട്ടോ. പോക്കറ്റ് ഷവർമക്ക് കുറച്ചേ വേണ്ടു. അപ്പോൾ ഇതാ പോക്കറ്റ് ഷവർമൻ്റെ സവാള അരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതാ ക്യാരറ്റ് ചെത്തുന്നുണ്ട് കേട്ടോ. ഈ ക്യാരറ്റ് ചെത്തുമ്പോൾ ഉണ്ടല്ല, ഇതേപോലെ ഒരു പോർക്കില്ല ഇത് വെച്ചിട്ട് പിന്നെ ഒന്ന് കുത്തി കൊടുത്തിട്ട് ഇതേപോലെ ചെത്തി കൊടുത്താലില്ലേ, ലാസ്റ്റ് ഭാഗമാകുമ്പോൾ നമ്മളെ കൈയൊന്നും ചെത്തൂല കേട്ടോ. അപ്പോൾ ഇതൊരു വീഡിയോയിൽ ഞാൻ കണ്ടതാണ് കേട്ടോ. അപ്പം ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാന്ന്. അപ്പം നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ, നല്ല ഉപകാരമുണ്ട്. അപ്പം ആദ്യമെല്ലാം ഇങ്ങനെ നമുക്ക് കൈയോടെ തന്നെ ആക്കണം. ലാസ്റ്റ് ഈ ഭാഗം നമ്മൾ എന്തായാലും എൻ്റെ അധികം ഇതേപോലെ ചെത്തുമ്പം പിന്നെ കൈ മുറിയലുണ്ട് കേട്ടോ, കൈൻ്റെ തോലടക്കം പോലുണ്ട്. അപ്പം എനിക്ക് ലാസ്റ്റ് എത്തുമ്പോൾ ഭയങ്കര പേടിയാന്ന് കേട്ടുണ്ടായാൽ. അപ്പോൾ ഈ ഒരു പിന്നെ വീഡിയോ കണ്ടിട്ട് ഞാൻ ഒന്ന് ട്രൈ ആക്കി നോക്കിയതാണ് കേട്ടോ. നല്ല ഉപകാരം ഉണ്ടായിന്. അപ്പോൾ എനിക്ക് നല്ലൊരു യൂസ്ഫുള്ളായിട്ട് തോന്നി കേട്ടോ. അപ്പോൾ പിന്നെ അങ്ങനെ ചെത്തുമ്പോൾ ഇനി ഇതാ ഷവർമക്ക് വേണ്ട ക്യാബേജ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ക്യാബേജ് പിന്നെ അങ്ങനെ ചെത്തുമ്പം അങ്ങനെ എന്താ പറയുക, ആ പോർക്ക് വെച്ചിട്ട് കുത്താനൊന്നും കഴിയൂല കേട്ടോ. എന്താ വെച്ചാൽ ക്യാരറ്റിനെ ആവൂലു, ക്യാബേജിന് ആവൂല കേട്ടോ. അത് ഇതളായിട്ടില്ലേ, അപ്പോൾ ഇതളെല്ലാം എന്തായാലും ഇളകിപ്പോവും ഒക്കെ. അപ്പം ക്യാബേജിന് ഇതേപോലെ തന്നെ നമ്മൾ അരിയണം കേട്ടോ. ക്യാരറ്റിന് ഒരു പിന്നെ ആശ്വാസം കിട്ടിയ കേട്ടോ, ഇതേപോലെ അരിയുമ്പോൾ നമ്മൾ കൈ ചെത്താതൊക്കെ. അപ്പം ക്യാബേജിന് എന്തായാലും ആവൂല, ഞാൻ നോക്കീന കേട്ടോ, ട്രൈ ആക്കി നോക്കീന, അപ്പോൾ ആകുന്നില്ല. അപ്പോൾ എൻ്റെ മോന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ചെറുത്, ഉമ്മ എനിക്ക് ഒരിക്കൽ ആക്കാന്താ ഉമ്മ പ്ലീസ് ഉമ്മ എന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നിട്ട് ചെയ്യുന്നത്, എന്തെങ്കിലും പണി ഇതാന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പോൾ ഇതാ നമ്മളെ പിന്നെ എന്താ പറയുക പയറ്റേനീൻ്റെ പിന്നെ ഇത് ചെറുപയറും പച്ചരിയും നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ.
ഇനി ഇതിലേക്ക് ഞാൻ ജീരകവും തേങ്ങയും ഒതുക്കിയിട്ട് കൂട്ടുന്നുണ്ട് കേട്ടോ. ഒതുക്കിയിട്ടോ തേങ്ങാപ്പാലെടുത്തിട്ടോ കൂട്ടാട്ടാ. പിന്നെ ഞാനിപ്പോൾ ഒതുക്കിയിട്ടാണ് കൂട്ടുന്നത്. കുറച്ച് ചെറിയ ജീരകമായാലും വലിയ ജീരകമായാലും കുഴപ്പമില്ല കേട്ടോ. അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് പിന്നെ ഏകദേശം ഒരു കാൽമുറിയിൽ കുറച്ച് കൂടുതൽ തേങ്ങ എടുത്തിട്ടുണ്ടായിന്. അപ്പം അതും എടുത്തിട്ട് നല്ലോണം ഒതുക്കിയതാണ് കേട്ടോ. അപ്പം ഒതുക്കിയിട്ട് പിന്നെ ഇതിൽ കൂട്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഇതേപോലെ തിളക്കുന്നത് വരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ട് കേട്ടോ. കൈവിടാണ്ട് ഇളക്കണമെന്നൊന്നുമില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കൈവിട്ടിട്ടെല്ലാം നിൽക്കുക. എന്തായാലും തിളക്കുന്നത് വരെ നമ്മൾ ഇളക്കിക്കൊണ്ടും നല്ലതുപോലെ ഉടക്കണമെങ്കിൽ ഇതേപോലെ ഇളക്കിക്കൊണ്ട് നിന്നാൽ മതി കേട്ടോ. അന്നേരം പച്ചരിയും ചെറുപയറെല്ലാം നല്ലതുപോലെ വെന്ത് കിട്ടും കേട്ടോ. ഈ സമയം ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് സ്കിപ്പ് ചെയ്ത് പോയതാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് ഇതാ ബ്രെഡ് എന്താ പറയുക, ബ്രെഡ് പോക്കറ്റ് ഷവർമയെല്ലാം ആക്കാൻ പോകുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇതാ ബ്രെഡ് അരിയുന്നുണ്ട് കേട്ടോ. അപ്പം പയറ്റ് തന്നെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇന്ന് ആദ്യത്തെ നോമ്പിൻ്റെ ആദ്യത്തെ പയറ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ആദ്യം നോമ്പിന് കഞ്ഞിയാക്കണം എന്ന് ചോദിച്ച്. അപ്പോൾ നമ്മളെ പള്ളിയിൽ നിന്ന് കിട്ടലുണ്ട് കേട്ടോ കഞ്ഞി. അപ്പോൾ ആരെങ്കിലും പോകാനുണ്ടെങ്കിൽ കഞ്ഞി കിട്ടും. കഴിഞ്ഞ പ്രാവശ്യമെല്ലാം കുറേ കിട്ടിക്കൊണ്ടുണ്ടായിന് കേട്ടോ. പിന്നെ അങ്ങനെ അപ്പോൾ എന്താ പറയുക, ഇക്ക കൊണ്ട് തന്നുകൊണ്ടുണ്ടായിന്. അപ്പോൾ ഇപ്രാവശ്യം അങ്ങനെ ആരും പോകാനൊന്നുമില്ല. അപ്പം പോയാൽ കിട്ടും കേട്ടോ. അവിടുന്ന് ഒരു ജഗ്ഗ് കഞ്ഞി കിട്ടും. നല്ല ടേസ്റ്റുമാണ് പള്ളി കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ സൈഡെല്ലാം ബ്രെഡിൻ്റെ സൈഡെല്ലാം ഞാൻ ഇതേപോലെ അരിയുന്നുണ്ട് കേട്ടോ. പിന്നെ അപ്പോൾ നല്ല മോഡലായിട്ട് റൗണ്ട് ഷേപ്പിൽ മുറിക്കണമെങ്കിൽ അങ്ങനെ മുറിക്കാം. പിന്നെ ഇതേപോലെ ചതുരം ഷേപ്പൊന്നും ഇല്ലാണ്ട് മുറിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. നല്ല മോഡലായിട്ട് മുറിക്കണമെങ്കിൽ നല്ല എന്താ പറയുക, നമ്മളെ അപ്പം നല്ല കാണാൻ സ്റ്റൈലിൽ ഉണ്ടാണെങ്കിൽ അതേപോലെ പലതരം ഷേപ്പിലാക്കിയിട്ട് മുറിക്കാം കേട്ടോ. ഇനി ഇതാ 2 ബ്രെഡും ഞാൻ ഒരേപോലെ വെച്ചിട്ട് അട്ടിക്ക് വെച്ചിട്ട് മുട്ടയിലില്ലേ, മുട്ട നല്ലോണം പിന്നെ കലക്കിയ മുട്ടയിൽ മുക്കിയിട്ട് ഇതാ ബ്രെഡ് പൊടിയിൽ മുക്കിയെടുക്കുക കേട്ടോ. ഈ ബാക്കി വരുന്ന സൈഡെല്ലാം ഞാൻ എന്താക്കിയിരുന്ന പൊടിച്ചെടുത്തിന് കേട്ടോ. അതിൽ ഇതേപോലെ മുക്കിയെടുക്കുക കേട്ടോ. ഇതാ 2 ബ്രെഡ് അടുപ്പിച്ച് ഒരേ ലെവലിൽ വെച്ചിട്ട് ഇതേപോലെ പിന്നെ കൈ കൊണ്ട് പിന്നെ പ്രസ് ചെയ്തിട്ട് ഇതാ ബ്രെഡ് പൊടിയിൽ ഇതേപോലെ മുക്കിയെടുക്കുക കേട്ടോ. നല്ലതുപോലെ മുക്കിയെടുക്കുക ബ്രെഡ് പൊടിയിൽ. അങ്ങനെ ഓരോന്നായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ഞാൻ പിന്നെ എന്താ പറയുക പൊരിച്ചിട്ടും കുറച്ച് പിന്നെ സാൻഡ്വിച്ച് പോലെ ആക്കാൻ വിചാരിച്ചു കേട്ടോ. പൊരിക്കാണ്ടും ആക്കാൻ വിചാരിച്ച്. കുറച്ച് പൊരിച്ചിട്ടും കുറച്ച് പൊരിക്കാണ്ടും ആക്കാൻ വിചാരിച്ചു കേട്ടോ. രണ്ടും വേറെ വേറെ ടേസ്റ്റാണ് കേട്ടോ. പൊരിച്ചാൽ വേറൊരു ടേസ്റ്റാണ്, പൊരിക്കാണ്ട് വേറൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോന്നായിട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റൊന്നും ചെയ്യാൻ മറന്നേക്കല്ലേ. അപ്പോൾ ഇത് ഓരോന്നായിട്ട് മുറിച്ച് പിന്നെ മുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ബ്രെഡ് പോക്കറ്റ് ഷവർമ്മക്കില്ലേ അങ്ങനെ വലിയ പണിയൊന്നുമില്ല കേട്ടോ. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മുക്കിയെടുക്കുന്ന പണിയേയില്ലും. മറ്റേല്ലാം നമുക്ക് സവാള വഴറ്റിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. മസാലപ്പൊടികൾ ഇടിയോ സവാള വഴറ്റിയെടുക്കുകയോ അങ്ങനെയൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തിട്ട് എല്ലാം ഒന്ന് മിക്സ് ആക്കിയിട്ട് മയോൺസ് എന്തായാലും വേണമല്ലോ. മയോൺസും ആക്കിയാൽ പിന്നെ കാര്യം തീർന്നാട്ടാ. ഈ ബ്രെഡിൻ്റെ പണിയെ വലിയൊരു പണിയായിട്ട് തോന്നുന്നില്ല. അതും അങ്ങനെ വലിയൊരു പണിയായിട്ട് തോന്നുന്നില്ല. മുട്ടയിൽ മുക്കുന്നതേ ഒരു ഇതായിട്ട് തോന്നുന്നില്ല കേട്ടോ. അതിന് ഇതാ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഓയിൽ ഒഴിച്ചതിന് ശേഷം ഞാൻ ബ്രെഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എപ്പോൾ ഉണ്ടാവില്ല ഓയിൽ ഒഴിച്ചാൽ എനിക്ക് കായാൻ സമയം ഉണ്ടായില്ല കേട്ടോ. അതിന് മുമ്പേ ചാടി അങ്ങോട്ട് ഇട്ട് കൊടുക്കും കേട്ടോ. അത് എൻ്റെ ഒരു വീക്ക്നെസ് ആയിപ്പോയി എന്നറിയില്ല. ഓയിൽ കായുന്നതിന് മുമ്പേ ഞാനത് ഇട്ട് കൊടുക്കും കേട്ടോ. ഏത് കാര്യത്തിനും അങ്ങനെ ഓയിൽ കായാൻ നിൽക്കില്ല. ഓയിൽ കായുന്നതിന് ഉപ്പട്ടെ ഇടും തീരെ ക്ഷമയില്ല കേട്ടോ. അതെന്നാന്നറിയില്ല, അങ്ങനെ ആയിപ്പോയി കേട്ടോ. അപ്പോൾ ഓരോന്നായിട്ട് ഇങ്ങനെ പൊരിച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഓരോന്നായിട്ട് മുരിഞ്ഞ് കിട്ടുന്നുണ്ട് കേട്ടോ. കുറച്ച് ഓയിൽ അധികം തന്നെ ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടുന്നുണ്ട്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ. പുറമെല്ലാം നല്ല ഇങ്ങനെ ഒരു ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ടാട്ടാന്നും അപ്പോൾ ഒന്നും കുറേ വരുന്നുണ്ടല്ലേ.
ഞാൻ കുറേ മാറ്റാൻ നോക്കി, പക്ഷെ എങ്ങനെയാവുന്നില്ല കേട്ടോ. അതാ വീണ്ടും ഉണ്ടാവുമെന്ന് എന്താണെന്നറിയില്ല. കുറേ ആൾ എന്നോട് കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇട്ടാന്നും അപ്പൊന്നുമില്ല കുറച്ച് കുറക്കണമെന്ന്. പക്ഷെ മാക്സിമം ഞാൻ ശ്രമിക്കുന്നുണ്ട്, എന്നാലും അറിയാണ്ട് വർത്താനത്തിൽ ആയിപ്പോകുന്നതാണ് കേട്ടോ. ഇനി ഇതാ പിന്നെ കാബേജ് ഗ്രേറ്റ് ചെയ്തതില്ല, ചെറുങ്ങനെ ഇതാ ഗ്രേറ്റ് ചെയ്തിട്ട് നല്ലോണം കഴുകിയിട്ട് ഞാൻ കുറച്ച് സമയം ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിന് കേട്ടോ. അത് പിന്നെ വെള്ളത്തിൽ എന്തെങ്കിലും വിഷാംശമെല്ലാം ഉണ്ടെങ്കിൽ ക്യാബേജിൽ ഭയങ്കര ഇതല്ല, മരുന്നടിക്കുന്നതല്ല. അപ്പോൾ അതെല്ലാം ഉണ്ടെങ്കിൽ വിഷാംശമെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് പോയിക്കോട്ട് ഇരച്ചിട്ട് കുറച്ച് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതാ നല്ലതുപോലെ പീഞ്ഞെടുക്കണം. വെള്ളമൊന്നും ഉണ്ടാകാനേ പാടില്ല. വെള്ളത്തിലിട്ട് വെച്ചെന്ന് പറഞ്ഞിട്ട് കൈയോട് നമ്മൾ നല്ലതുപോലെ പ്രസ് ചെയ്തിട്ട് എടുത്തിട്ട് പിന്നെ ഇടണം കേട്ടോ. ഈ ഷവർമ ഉണ്ടാക്കുമ്പോൾ വെള്ളമൊന്നും ഉണ്ടാകാനേ പാടില്ല. അപ്പോൾ അതും ഇട്ട് ക്യാരറ്റും ഇട്ട് ഞാൻ ഒരു മുറി ക്യാബേജ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു മുറി ക്യാബേജും 2 ക്യാരറ്റും ഒരു ചെറിയ സവാള ഒരു ഭാഗം അരിഞ്ഞത്. ഒരു ചെറിയ സവാളയാണെങ്കിൽ പിന്നെ ഒന്നെടുക്കാം, കുറച്ച് വലിയ സവാളയാണെങ്കിൽ പിന്നെ ഒരു മുറി മതിയാവും കേട്ടോ. അതും എടുത്തിട്ടുണ്ട്. പിന്നെ ചിക്കൻ ഇതാ 5-6 പീസ് നല്ല പിന്നെ തനി കഷ്ണം പീസ് പൊരിച്ചതാണ് കേട്ടോ. അപ്പോൾ പൊരിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പും മഞ്ഞളും കുരുമുളകും ഇട്ടിട്ട് പിന്നെ പൊരിച്ചെടുത്തതാണ് കേട്ടോ. മുളക് പൊടി ഇടാണ്ട് ഉപ്പും മഞ്ഞളും കുരുമുളകും ഇട്ടിട്ട് പൊരിച്ചെടുത്തിട്ട് പിന്നെ മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതാ നമ്മൾ മയോൺസ് ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും ഇട്ട് കൊടുത്തിട്ട് ഇതാ നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. ആദ്യം ഞാൻ വിചാരിച്ചു ഇതിൽ പച്ചമുളക് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. ആദ്യം ഞാൻ വിചാരിച്ചു ഇതിലേക്ക് പച്ചമുളക് ആഡ് ചെയ്യേണ്ട, മക്കളെല്ലാം കഴിക്കുന്നതല്ലേ, പെട്ടെന്നായിട്ടൊക്കെ അടിച്ച് പോകേണ്ട, അവരെല്ലാം നോമ്പ് പറ്റല്ലേ, പിന്നെ അപ്പോൾ ആടെ തന്നെ വെക്കും, പിന്നെ മൊത്തം പോക്ക് തന്നെ ആയിരിക്കും. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ആദ്യം ഇടണ്ടെന്ന്. പിന്നെ ഒരു തൃപ്തി അങ്ങ് കിട്ടുന്നില്ല കേട്ടോ. എന്നിട്ട് കുറച്ച് ഞാൻ എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇടാണ്ട് ഒരു മനസ്സ് വരുന്നില്ല. അപ്പോൾ ഉപ്പ് ഞാൻ പിന്നെ മയോൺസിലത്തെ ഉപ്പ് തന്നെയാണ് കേട്ടോ എനിക്ക് കറക്റ്റായിന്. പിന്നെ വേറെ ഉപ്പൊന്നും ഇട്ട് കൊടുത്തിട്ട അതിലേക്ക് ഉപ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കണം, മയോൺസിൽ ഉപ്പ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറെ ഉപ്പൊന്നും ഇട്ട് കൊടുത്തിട്ട കറക്റ്റ് ആ മയോൺസിലത്തെ ഉപ്പ് തന്നെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതാ ബ്രെഡ് ഇതാ പിന്നെ എന്താ പറയുക സൈഡിൽ ഇതാ കോണായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നടുവിൽ ഇതേപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. കത്തിയോട് മുറിക്കുന്നതിനെക്കാട്ടിയും ബെറ്ററായിട്ട് നമുക്ക് തോന്നിയതിന് കത്രികയോട് മുറിക്കുന്നതാണ് കേട്ടോ. കത്രികയോട് മുറിച്ചാൽ സൈഡ് ഭാഗം ഒന്ന് ഇളകാണ്ടിരിക്കും. എനിക്ക് കത്തിയോട് മുറിക്കുമ്പോൾ ആ സൈഡ് ഭാഗം ചെറുതായിട്ടൊന്ന് ഇളകി കിട്ടും കേട്ടോ. അതുകൊണ്ട് പിന്നെ ഞാൻ കത്രികയോട് തന്നെ വേഗം മുറിച്ചെടുക്കാൻ കഴിയും കേട്ടോ. ഒന്നാവില്ല, നല്ല വൃത്തി നീറ്റായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. ഇനി അതിൻ്റെ ഉള്ളിൽ ഒരു പിന്നെ എന്താ പറയുക ഒരു നടുക്ക് ഭാഗം സ്പേസ് ഉണ്ടാവും കേട്ടോ. പിന്നെ ബാക്കിയുണ്ടാവും. അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നമ്മളെ ഫില്ലിങ് കുത്തി നിറച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ എത്രയാണ് അതിലേക്കാവുന്നത് അത്രയും നമുക്ക് കുത്തി നിറച്ച് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ നല്ലോണം കുത്തി നിറച്ച് കൊടുത്താൽ ലാസ്റ്റ് ബ്രെഡ് ബാക്കിയുണ്ടാവും, മസാല പിന്നെ കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അപ്പം അതുകൊണ്ട് ലാസ്റ്റ് ഭാഗം എനിക്കൊരു തോന്നി കേട്ടോ, ഇങ്ങനെ കുത്തി നിറക്കാൻ പാടില്ല, കുറച്ച് കുറക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ലാസ്റ്റ് ഭാഗമില്ലല്ലോ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യത്തെ ഭാഗമെല്ലാം നല്ലതുപോലെ കുത്തി നിറച്ചിട്ടുണ്ടായിന്. ഇനി അതെല്ലാം നമ്മളെ പോക്കറ്റ് ഷവർമയും ബ്രെഡ് സാൻഡ്വിച്ചും എല്ലാം ശരിയായിട്ടുണ്ട്, റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ബ്രെഡ് സാൻഡ്വിച്ച് പറഞ്ഞാൽ അത് സാധാരണ നമ്മളെ മുതുമൻ ബ്രെഡില്ലേ അതിൽ ഓയിലൊന്നും ഒഴിക്കാണ്ട് പൊരിക്കാണ്ട് അതെടുത്തിട്ട് അതിൻ്റെ മീതെ ഈ ഫില്ലിങ് വെച്ച് കൊടുക്കാം കേട്ടോ. വേറെ പണിയൊന്നും ഉണ്ടായിട്ടാ. അതിനൊരു ബ്രെഡ് സാൻഡ്വിച്ച് എന്ന് പറഞ്ഞിട്ട് പേര് വിട്ടിട്ടാ. അപ്പോൾ ഇനി ആ കൗണ്ടർ ടോപ്പെല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ ചിക്കൻ കറിയുടെ ഏകദേശം തയ്യാറായിക്കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. ചിക്കൻ കറിൻ്റെ റെസിപ്പിയൊന്നും ഞാൻ പിന്നെ വീഡിയോ എടുത്തിട്ടാട്ടെ ചിക്കൻ കറി ഉണ്ടാക്കുന്നതൊന്നും. തേങ്ങാപ്പാൽ പിന്നെ ഒഴിച്ചിട്ടില്ല ചിക്കൻ കറിയാന്ന് കേട്ടോ. അതും പത്തിലുമാണ് കേട്ടോ. പത്തിലിടുന്നൊന്നും ഞാൻ ഇതിൽ ആഡ് ആക്കിയിട്ടാ. ഒരുപാട് ലെങ്ത് ആവും വീഡിയോ. പിന്നെ പത്തിലിടുന്ന ദിവസം ഡെയിലി അധികം കാണുന്നതല്ലേ, വലിയ പുത്തരിയൊന്നും ഇല്ലല്ലോ. അപ്പം ഒരുപാട് ലെങ്ത് ആകുന്നതുകൊണ്ട് വീഡിയോ പിന്നെ അതൊന്നും ഞാൻ ആഡ് ആക്കിയിട്ടാ. ഇനി ഫ്രൂട്ട്സ് കട്ട് ചെയ്യലാന്ന് കേട്ടോ. ഫ്രൂട്ട്സ്
ഫ്രൂട്ട് സലാഡ് ആക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്യണം. പിന്നെ സാധാരണ മുറിച്ചിട്ട് കുറച്ച് ഫ്രൂട്ട്സ് ഇടണം. ഫ്രൂട്ട്സ് മുറിച്ചാലും ഉണ്ടല്ലോ, മുറിച്ചിട്ടിട്ടാലും ആരും അങ്ങനെ വിലിങ്ങനെ കഴിക്കുകയൊന്നുമില്ല കേട്ടോ ഫ്രൂട്ട്സ്. എന്നാലും ഒരു തൃപ്തിക്ക് വേണ്ടിയിട്ട് കുറച്ച് വെച്ചിരുന്നു കേട്ടോ. അപ്പം ബത്തയും പിന്നെ ആപ്പിളും മുന്തിരിങ്ങ എന്നിട്ട് ഉണ്ടായിന്. ഇപ്പോൾ കറുത്ത മുന്തിരിങ്ങ ഉണ്ടായിന്. കറുത്ത മുന്തിരിങ്ങ വലിയൊരു ഇഷ്ടമില്ല കേട്ടായിരിക്കും. അതുകൊണ്ട് പിന്നെ കറുത്ത മുന്തിരിങ്ങ ഫ്രൂട്ട് ഇടാൻ വിചാരിച്ചേട്ടാ. അത് അങ്ങോട്ട് പോവുമല്ല. ഫ്രൂട്ട് സലാഡിലിട്ടാൽ അങ്ങനെ തിരിയൊന്നുമില്ല. അതെല്ലാം കഴിക്കുമ്പോൾ അതും അങ്ങോട്ട് പോയി കിട്ടുമല്ലോ വിചാരിച്ച്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മോൻ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വത്തക്കയെല്ലാം ചോദിച്ചുകൊണ്ടും ഇതാക്കിക്കൊണ്ടും നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതെന്നറിയില്ല, നോമ്പ് വന്നാൽ നോമ്പിൻ്റെ ലാസ്റ്റ് കഫക്കെട്ടും ശ്വാസം മുട്ടും ചുമയെല്ലാം ആയിരിക്കും കേട്ടോ എൻ്റെ ചെറിയ മോന്. അപ്പോൾ എന്താ വെച്ചാൽ തണുപ്പെല്ലാം നല്ലതുപോലെ കുടിക്കുമ്പോൾ ലാസ്റ്റ് എപ്പോൾ പിന്നെ എല്ലാ കൊല്ലവും നോമ്പിന് ലാസ്റ്റ് എപ്പോൾ അവന് നല്ല ചുമയും ശ്വാസം മുട്ടെല്ലാം ഉണ്ടാവില്ല കേട്ടോ. അലർജി ആയിട്ട് പിന്നെ നല്ല കഫം ഉണ്ടാവില്ല കേട്ടോ. ഇത് ജ്യൂസും അങ്ങനെ ഫ്രൂട്ട്സ് എല്ലാം തിന്നുന്നതുകൊണ്ട്. അപ്പം നമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് പിന്നെ എന്തായാലും ഇങ്ങനെ മക്കളല്ല, അവർക്ക് ഇങ്ങനെ തണുപ്പോട് ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പം ഫ്രിഡ്ജ് ഇങ്ങനെ തുറക്കുകയും തണുത്ത വെള്ളം എടുത്ത് കുടിക്കുകയും അങ്ങനെയെല്ലാം ചെയ്യും. അപ്പോൾ എൻ്റെ ഈ ചെറിയ മോനിലെ പിന്നെ ഫ്രിഡ്ജിൽ വെള്ളം വെച്ചിട്ടുണ്ടെങ്കിലല്ല ഇടയ്ക്ക് എന്നെ ഇങ്ങനെ വിളിച്ച് ശല്യമാക്കി കൊണ്ടുപോകും കേട്ടോ. എന്താ വെച്ചാൽ ഉമ്മ തണുത്ത വെള്ളം തണുത്ത വെള്ളം താന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞുകൊണ്ട് കേട്ടോ. അപ്പം നമ്മൾ എടുത്തു കൊടുക്കുകയും ചെയ്യും. നമുക്ക് എന്തായാലും നോമ്പിന് വെള്ളം വെക്കാണ്ടിരിക്കാൻ കഴിയില്ലല്ലോ. ഇല്ലെങ്കിൽ ഞാൻ വെക്കില്ല കേട്ടോ, കുറവാന്ന്. തണുത്ത വെള്ളമെല്ലാം വെക്കൽ കുറവാണ്. അപ്പം നോമ്പിന് എന്തായാലും വെക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. നോമ്പിന് വൈകുന്നേരം വെള്ളമെല്ലാം ആക്കുന്നതല്ലേ. അപ്പം അതെന്തായാലും വെക്കാതിരിക്കാൻ കഴിയില്ല. അന്നേരം ഇങ്ങനെ ചോദിക്കുമ്പോൾ കൊടുത്തിട്ടും പോകും കേട്ടോ. അപ്പോൾ ഇത് ആപ്പിളെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതാ പിന്നെ നമ്മളെ മുന്തിരിങ്ങയും പച്ചമുന്തിരിങ്ങയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ നാരങ്ങ വെള്ളമാക്കണം. ഇന്ന് ചിക്കു ജ്യൂസാക്കാൻ വിചാരിച്ചേട്ടാ, സപ്പോട്ട ജ്യൂസാക്കാൻ വിചാരിച്ച് അതും നാരങ്ങ വെള്ളവും ആക്കാൻ വിചാരിച്ചേട്ടാ. അപ്പോൾ നാരങ്ങ ഇതാ കട്ട് ചെയ്യുന്നുണ്ട്. നാരങ്ങ വെള്ളം അത്യാവശ്യം എല്ലാവർക്കും നല്ലോണം തന്നെ വേണം കേട്ടോ. നാരങ്ങ വെള്ളം പിന്നെ ആദ്യം കുടിച്ചിട്ടില്ലെങ്കിൽ വയ്യ കുറച്ച് ഇങ്ങനെ സമയമെല്ലാം ആകുമ്പോൾ പിന്നെ ആ നാരങ്ങ വെള്ളം കുടിക്കാൻ നല്ലൊരു രസമാണ് കേട്ടോ. അപ്പോൾ നാരങ്ങ വെള്ളം ആദ്യം തന്നെ ജ്യൂസ് ആരും കുടിക്കില്ല, നാരങ്ങ വെള്ളമേ കുടിക്കൂല. അപ്പോൾ നാരങ്ങ വെള്ളം വെറും വയറ്റിൽ കുടിച്ചുകൂടാന്നും പറയുന്നേക്കുണ്ട്. എന്നാലും നാരങ്ങ വെള്ളം ഇല്ലാണ്ട് ഒരു കളിയും ഇല്ല കേട്ടോ, ഒരു വിട്ടുവീഴ്ചയും. എന്ത് പ്രശ്നം പിന്നെ എന്ത് കേട്ടാലും നമുക്ക് ആ നാരങ്ങ വെള്ളം നോമ്പിനില്ലാണ്ട് ഒരു രസമില്ല അല്ലേ. അത് കുടിക്കുമ്പോൾ ആ ഒരു ആശ്വാസം, നോമ്പ് മുറിക്കുമ്പോൾ നാരങ്ങ വെള്ളം കുടിക്കുമ്പോൾ എന്തൊരാശ്വാസം എന്നറിയാം. അത് പറഞ്ഞറിയിക്കാൻ കഴിയൂല. വേറെ ഒന്നും കുടിക്കുന്ന പോലെയല്ല ആ നോമ്പിന് നാരങ്ങ വെള്ളം. ആ ഫസ്റ്റ് നല്ല ദാഹത്തോട് കൂടിയിട്ട് ആ നാരങ്ങ വെള്ളം കുടിക്കുമ്പോൾ നല്ലൊരാശ്വാസമാണ് കേട്ടോ. എൻ്റെ ഒരു ഇത് പറഞ്ഞതാണ്. ആ മധുരമിട്ട നല്ല തണുത്ത നാരങ്ങ വെള്ളം കുടിക്കുമ്പോൾ. എനിക്ക് ജ്യൂസോടൊന്നും വലിയ കാര്യമില്ല, നാരങ്ങ വെള്ളം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നോമ്പിൻ്റെ സമയം. അപ്പോൾ ഇതാ ചിക്കു ജ്യൂസ് ആക്കിയിട്ടുണ്ട്. ചിക്കു ജ്യൂസ് അത്യാവശ്യം നല്ലോണം തന്നെ ആക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ലൂസായിട്ട് തന്നെ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം എൻ്റെ ചെറിയ മോന് ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ഇടയ്ക്ക് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ഉമ്മ ജ്യൂസ് താന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ കുറച്ചെല്ലാം കൊടുക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ എന്തെങ്കിലും ഞാനെടുക്കാം ഉമ്മ, ഞാൻ പണിയെടുക്കാം, ഞാനത് കൊണ്ടക്കാം ഇത് കൊണ്ടക്കാം എന്നെല്ലാം പറഞ്ഞിട്ട് കുറേ ഇതാക്കുന്നുണ്ട് അതിനേട്ടാ. അങ്ങനെ ജഗ്ഗും വെള്ളവും അതെല്ലാം ഓൻ്റെ കൈമേനെ കൊടുത്തിട്ടുണ്ട് അതിനേട്ടാ കൊണ്ടൊക്കെ. അപ്പോൾ ഇത് ഐസ്ക്രീം ഓട്ടിക്കുമ്പോൾ ഐസ്ക്രീമിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് അതിനേട്ടാ. അതും വായിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിന്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല തണുപ്പ് ഐറ്റംസ് എല്ലാം ഇവർക്ക് ഭയങ്കര കാര്യമാണ് കേട്ടാ. പിന്നെ തണുത്ത വെള്ളം, ഐസ്ക്രീം, അങ്ങനത്തെ ജ്യൂസ്, അങ്ങനത്തെ എല്ലാം. ഫ്രൂട്ട്സോട് വലിയ താല്പര്യമില്ല കേട്ടോ. അപ്പോൾ ഫ്രൂട്ട്സ് ഇതേപോലെ ഐസ്ക്രീമിൽ പെരക്കിയാലും ഫ്രൂട്ട്സ് കഴിക്കുമല്ലോ, അങ്ങോട്ട് പോവുമല്ലോ വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഫ്രൂട്ട് സലാഡ് ആക്കുന്നത് കേട്ടോ. ഇങ്ങനെ ആക്കിയാൽ നല്ല ടേസ്റ്റാണ്. ഈ ഐസ്ക്രീമിൽ ഫ്രൂട്ട്സ് എല്ലാം മുറിച്ചിട്ടിട്ട് ഇങ്ങനെ ആക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം വത്ത ഒഴിച്ചിട്ട് ആപ്പിൾ, മുന്തിരിങ്ങ, പച്ചമുന്തിരിങ്ങയും പിന്നെ ചെറുപഴവും പിന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം മുറിക്കാൻ നല്ല പിന്നെ എന്താ പറയുക, ചെറുങ്ങനെ മുറിക്കാൻ നല്ല മടിയായിട്ട് വെലിങ്ങനെ മുറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ചെറുങ്ങനെയൊന്നും നോമ്പിന് മുറിക്കാൻ കഴിയുന്നില്ലപ്പാ എന്ന് വിചാരിച്ചിട്ട് വെലിങ്ങനെ തന്നെ മുറിച്ചിട്ട് ഫ്രൂട്ടെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ ഓരോരോ ബൗളായിട്ട് ഓരോരോ പാത്രത്തിലായിട്ട് ഇങ്ങനെ ആക്കുന്നതാണ്. അപ്പോൾ ഇതാ നോമ്പിന് എല്ലാം ടേബിളെല്ലാം സെറ്റാക്കി റെഡിയാക്കി വെച്ച് ബാങ്ക് കൊടുത്ത് ഇതാ നോമ്പ് മുറിക്കുന്നുണ്ട് കേട്ടോ. അപ്പം പിന്നെ എല്ലാവരും ഇങ്ങനെ കുടിക്കുന്നുണ്ട്. അവരെല്ലാം ആദ്യം വെള്ളം കുടിക്കുന്നതിന് പകരം ഫ്രൂട്ട് സലാഡാന്നിട്ട് കഴിച്ചിട്ടുണ്ടായി. എന്താ വെച്ചാൽ അതിൽ ഐസ്ക്രീം ഉണ്ടല്ലോ, അതുകൊണ്ട് വേഗം അതാന്നിട്ട് കഴിച്ചിട്ടുണ്ടായി. ലാസ്റ്റ് അവർക്ക് തന്നെ ഒരു കുറച്ച് വെള്ളം കുടിച്ചല്ലാണ്ട് പിന്നെ അവരൊന്ന് അങ്ങനെ ഇങ്ങനെ ഒന്നും കഴിച്ചിട്ടൊന്നും ഉണ്ടായിട്ടാട്ടാ. അപ്പോൾ അവർ ഇങ്ങനെ നോമ്പിന് പിന്നെ ആക്കുമ്പോൾ നോമ്പെടുക്കുമ്പോൾ അവരിങ്ങനെ പറയും അതാക്കണം ഇതാക്കണം 2 ഐറ്റം ആക്കണം, അപ്പം മെയിനായിട്ട് ആക്കണം എന്നെല്ലാം ഇങ്ങനെ പറയും. പക്ഷേ പിന്നെ കഴിക്കുമ്പോൾ നോമ്പ് മുറിച്ച് കഴിയുമ്പോഴത്തേക്ക് അവർക്കൊന്നും വേണ്ട കേട്ടോ. അവർക്കായിക്കോട്ട് ആയിരിക്കും നമുക്കായിരിക്കും അങ്ങനെ വലിയ ഇതൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഇങ്ങനെ കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ പയറ്റുകഞ്ഞിയും പിന്നെ ചിക്കു ജ്യൂസും ഈത്തപ്പഴവും പിന്നെ ബ്രെഡ് സാൻഡ്വിച്ചും ഫ്രൂട്ട് സലാഡ് എല്ലാം ഉണ്ട് കേട്ടോ. ആദ്യത്തെ നോമ്പെല്ലാം ഒന്നും അങ്ങോട്ട് കുറക്കണ്ട വിചാരിച്ചേട്ടാ. അപ്പം മധുരമില്ല പലഹാരമൊന്നും അങ്ങനെ ഉണ്ടായിട്ടാട്ടാ. മധുരമില്ല പിന്നെ പലഹാരം എന്ന് ചോദിച്ചാൽ ഒന്നിൽ തന്നെ 2 തരം ആക്കിയെന്നേ ഇല്ലും. ഒന്ന് ബ്രെഡ് പൊരിച്ചിട്ടും ഒന്ന് പൊരിക്കാണ്ടും അങ്ങനെ ആക്കിയെന്നേ ഇല്ലു കേട്ടോ. പിന്നെ പക്ഷേ ഉണ്ടല്ലോ രണ്ടും 2 ടേസ്റ്റാണ് കേട്ടോ കിട്ടി. ഞാൻ വിചാരിച്ച് രണ്ടും ഒരേ ടേസ്റ്റ് ആയിരിക്കും എന്നാണ് ആദ്യം വിചാരിച്ചിന്. അപ്പോഴത്തേക്ക് രണ്ടും 2 ടേസ്റ്റാണ് കേട്ടോ ഉള്ളത്. എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടതിന് ആ ബ്രെഡ് പൊരിക്കാണ്ട് ബ്രെഡ് സാൻഡ്വിച്ചില്ലേ അതാണ് കേട്ടോ കൂടുതൽ ഇഷ്ടപ്പെട്ടതിന്. രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. രണ്ടും വെവ്വേറെ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ മുമ്പന്തിയിലിരിക്കുന്ന പൊരിക്കാണ്ട് ബ്രെഡാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയറും കമൻറ്റും ഒന്നും ചെയ്യാൻ മറന്നേക്കല്ലേ. പുതിയൊരു വീഡിയോയുമായി കാണുന്നതായിരിക്കും. ബായ്.